ഹായ് വെൽക്കം ടു സ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. നുറുക്ക് ഗോതമ്പ് നല്ലോണം കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരമണിക്കൂറോളം നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കാം. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് അരിച്ചു മാറ്റാം. വെള്ളം അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നുറുക്ക് ഗോതമ്പ് കുതിർക്കാൻ വെച്ച വെള്ളമില്ലേ, ആ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തനി പാലാക്കി എടുക്കാം. ഇതിൻ്റെ മട്ട് നമുക്ക് അരിച്ചു മാറ്റാം. മട്ടെല്ലാം അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതായിപ്പോൾ നല്ല കട്ടിയുള്ളൊരു പാല് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലിപ്പോൾ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. പാലിപ്പോൾ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ ആ പാലില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കട്ട പിടിച്ച് പോകും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് പാലിന് പകരം വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വലിയൊരു ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മധുരം കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിതിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചൊന്ന് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ക്രീമിയും നല്ല ടേസ്റ്റുമാണ് ഈ ഡ്രിങ്കിന്. അപ്പോൾ ഈ സമ്മറിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.